3 പുതുക്കണ പേപ്പർ കാണിക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് ചീട്ട് തരും. കാരണം നിങ്ങളുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ വിഷയം അത്ര സീരിയസ് അല്ലെങ്കിൽ പോലും അവർ ചീട്ട് തരും. എന്താ കാര്യം? 3 പുതുക്കിയിട്ട് കുറേ കാര്യം നടന്നു കാണുവേ. അപ്പം നടക്കാത്ത ചില കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ആ ഉടമ്പടി ഗ്രേഡ് നമ്മളല്ലേ ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്തിരിക്കണത്. അപ്പം നമ്മൾ തന്നെ അത് ഹോണർ ചെയ്തില്ല പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആ 3 പുതുക്കുകയാണെന്ന് കണ്ടുകയാണെങ്കിൽ ആ ചീട്ട് തരും. ചില വീട് വരുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല, എന്നാൽ തന്നെയും ചില വിഷയം സീരിയസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ സീരിയസ് ആകുമ്പോൾ ഈ പറഞ്ഞ വഞ്ചി തുഴഞ്ഞ് നമ്മുടെ ജീവിതം അവരെന്താ പറഞ്ഞത്? എന്തായിരിക്കുന്നത്? അവരെ മർക്കോസ് 6:48 അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന് അവൻ മനസ്സിലാക്കി. പ്രൈസ് ദി ലോർഡ്. ആരാ മനസ്സിലാക്കിയത്? അപ്പം മനസ്സിലാകാതിരിക്കുന്ന അവസ്ഥ ഒന്നും ഇല്ല. മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അപ്പൊ നിങ്ങളെ പരീക്ഷ എഴുതി അവശരായെന്ന് അവൻ മനസ്സിലാക്കി. അവൻ മനസ്സിലാക്കുന്നുണ്ട് നിന്റെ അവശത. നിനക്ക് ജപ്തി നടപടിയായിട്ട് നീ അവശതയായിട്ടിരിക്കുകയാണ്. നിനക്ക് ബാങ്കുകാർ പോലും സിവിൽ പോയിൻറ്റ്സ് ഇല്ലാത്ത കാരണം നിനക്ക് ലോൺ തരുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിൻ്റെ മകൾക്ക് 38 വയസ്സുണ്ടായിട്ട് കെട്ടാൻ പറ്റണില്ലെന്ന് അവൻ മനസ്സിലാക്കി. നിൻ്റെ മകൾക്ക് 19 വയസ്സ് കല്യാണം കഴിഞ്ഞ് 19 കൊല്ലമായിട്ട് മക്കളില്ലെന്നും നീ ഈ കാര്യത്തിൽ പ്രാർത്ഥിച്ച അവസ്ഥയാണെന്നും അവൻ മനസ്സിലാക്കി. കൈയിട്ടിച്ച് കിടത്താൻ എന്താണ് അവൻ മനസ്സിലാക്കിയത്? അവർ കടലിലാണ്, നടുക്കടലിലാണ്, കരകാണാത്ത കടലിലാണ്, കരകാണാത്ത കടത്തിലാണെന്ന് പറഞ്ഞ പോലെ എന്നിട്ട് എന്ത് ചെയ്ത് അതിനെതിരെ തുഴഞ്ഞ് കയറാൻ വേണ്ടി തുഴഞ്ഞ് അവർ സ്വന്തമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്, പലതരത്തിൽ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറ്റണത്? ഫലം എന്താണ്? അവശതയാണ്. എത്ര കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ അവശതയാണ് ഫലം. പക്ഷെ ആര് മനസ്സിലാക്കി? അവൻ മനസ്സിലാക്കി. നിൻ്റെ ജീവിതത്തിൻ്റെ തീരത്ത് നീ അണയുന്നവരെ നിൻ്റെ ജീവിത അവസ്ഥകളോട് നീ മല്ലിട്ടുകൊണ്ട് നീ അവശയാകുന്നത് മനസ്സിലാക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെത്. കൈയിടിച്ച് കർത്താൻ. അടുത്ത വചനം വായിച്ചോളൂ. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവർ അവശരായിരുന്നു. എന്താണ് കാരണം? എന്താണ്? കാറ്റ് പ്രതികൂലം. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, കാറ്റ് പ്രതികൂലമാകും ചില സമയത്ത്. ചില ബന്ധുക്കാരെല്ലാം ഇപ്പം ഈ അവൻ്റെ ആദർശൻ്റെ സാക്ഷ്യം എന്താ? ആദർശന് മര്യാദക്കൊരു ജോലി ഉണ്ടായിരുന്നവനാണ്. മര്യാദക്കൊരു ജോലി ഉണ്ടായിരുന്നതാണ്. അത്യാവശ്യം ശമ്പളം കിട്ടുമായിരുന്നു. അപ്പം അവനാണ് തലയിൽ ജർമ്മൻ പഠിക്കണമെന്ന് ജർമ്മനിയിൽ പോകണമെന്ന് തോന്നിയത്. അപ്പോൾ ആ ശമ്പളം ഉണ്ടായിരുന്ന ജോലി, നാട്ടിൽ വലിയ കുഴപ്പമില്ല ജീവിക്കാൻ പറ്റിയ ജോലി ഉണ്ടായിരുന്ന രാജിവെച്ചപ്പോൾ എന്ത് പറ്റി? ബന്ധുക്കളെ സ്വന്തപ്പെട്ട നാട്ടുകാർ പിന്നെ പൊട്ട പോഴ വിഡ്ഢി എന്നൊക്കെ വിളിച്ച് കാറ്റ് പ്രതികൂലമായിരുന്നു. അതാണ് കർത്താവിൻ്റെ വചനം. ഇപ്പം ചില സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത തെറ്റിനെ നിങ്ങൾ അവശരാകുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും നിങ്ങളെ പൊട്ട പോഴ വിഡ്ഢി എന്നൊക്കെ വിളിക്കും. അപ്പം നിങ്ങൾ അവശരാകുന്ന സമയത്ത് തന്നെ നിൻ്റെ സാഹചര്യവും നിൻ്റെ വീട്ടു സാഹചര്യവും നിനക്കെതിരാകും. എന്നിട്ടും തുഴയുന്നവനാണ് അവരിൽ വിശ്വസിക്കുന്നവൻ. കൈയടിച്ച് കർത്താവേ. അപ്പം കാറ്റ് പ്രതികൂലമായിരുന്നു. സാഹചര്യം, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, ഭർത്താവ്, ഭാര്യ, കുഞ്ഞുങ്ങൾ എല്ലാവരും ചില സമയത്ത് പ്രതികൂലമാകും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയാണ്. എങ്കിലും യെറ്റ് ഹി വെൻ്റ് ഓൺ, എന്നിട്ടും നമ്മൾ മുന്നോട്ട് പോകും. എന്താ കാരണം? അടുത്ത വചനം ഇതിനേക്കാൾ കഷ്ടമാണ്. അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ. രാത്രിയുടെ 4-ാം യാമത്തിൽ. രാത്രിക്ക് എത്ര യാമം ഉണ്ടെന്ന് അറിയാമല്ലോ. രാത്രിയുടെ 4-ാം യാമമാണ്. ഇത് എത്രയാണ്? വചനം എത്രയാണിത്? മർക്കോസ് 6:48, 49, 50 വചനങ്ങളിലൂടെയാണ് പോണത്. ഇപ്പം എന്തൊക്കെ പ്രശ്നമുണ്ട്? കാറ്റ് പ്രതികൂലമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? രാത്രിയുടെ 4-ാം യാമം. ഉടമ്പടി 4-ാമത്തെ പ്രാവശ്യം പുതുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കർത്താവ് വരാൻ പോണത്. മനസ്സിലായില്ലേ? കാര്യം 1-ാം യാമം ഉണ്ട്. അത് 6 തൊട്ട് 9 മണി വരെയാണ്. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം യഹൂദൻ്റെ കണക്കാണിത് ബൈബിളിലുള്ളത്. അത് 6 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് 1-ാം യാമം. 9 to 12, 12 മണി രാത്രി 2-ാം യാമം. 12 to 3 മണി വെളുപ്പിന് 3 മണിയാണ് 3-ാം യാമം. 3 മണി തൊട്ട് 6 മണി വരെ നേരം വിളിക്കാനായി. 3 മണി തൊട്ട് 6 മണി വരെ. രാത്രിയുടെ 4-ാം യാമത്തിൽ ഓർക്കുക, കർത്താവിൻ്റെ സ്വഭാവം പഠിക്കുക. 1-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വരികത്തില്ലെന്ന് നീ ചിന്തിക്കരുത്, അത് അല്പക്രിസ്ത്യാനിയാണ്. 2-ാം യാമത്തിൽ അവന് ഉത്തരം തന്നില്ലെങ്കിൽ അവൻ വരത്തില്ലെന്ന് ചിന്തിക്കരുത്, അത് നീ അവിശ്വാസിയാണ്. 3-ാം യാമത്തിൽ അവൻ വന്നില്ലെങ്കിൽ
നീ അവൻ വരത്തില്ല ചിന്തിക്കരുത്. അങ്ങനെ ചന്ത കഴിഞ്ഞാൽ ദൈവം നിന്നെ മനുഷ്യനായിട്ട് പോലും കരുതത്തില്ല. എന്താ കാരണം? 4-ാം യാമത്തിലും അവൻ വരാൻ സാധ്യതയുണ്ട്. കാര്യം അവൻ നിനക്ക് വേണ്ടി വില കൊടുത്ത് നിന്നെ വീണ്ടെടുത്ത ദൈവമാണ്. ശ്രദ്ധിക്കട്ടെ. 48-49 അടുത്ത വചനം വായിച്ചേ. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിനു മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഇതാണ് പ്രശ്നം. രാത്രി 4-ാം യാമത്ത് അവൻ നേരെ വന്ന് വള്ളത്തിൽ കയറിയതല്ല ചെയ്യുന്നത്. രാത്രി 4-ാം യാമത്തിൽ അവൻ കടലിൻ്റെ മീതെ നടന്നു വന്നു. നിന്റെ ദൈവം ഏത് കടലിൻ്റെ മീതെയും കാറ്റിൻ്റെ മീതെയും അവൻ നടന്നു വന്ന് നിന്റെ വീണ്ടെടുപ്പ് നടത്തും. ശ്രദ്ധിക്കട്ടെ. ചിലർക്ക് പറ്റുന്ന അവസ്ഥ എന്താണെന്നറിയാവോ? ഈ 1-ാം യാമത്തിൽ അവരുടെ വിഷയത്തിന് മേൽ ദൈവം കടന്നു വന്നില്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും. പ്രാർത്ഥനാ ജീവിതം സ്റ്റോപ്പ് ചെയ്യും. ഉടമ്പടി ജീവിതം സ്റ്റോപ്പ് ചെയ്യും. 2-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. 3-ാം യാമത്തിൽ വന്നില്ലെങ്കിൽ അടുത്ത കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും. ഈ 4-ാം യാമക്കാരാണ് ദൈവത്തിൻ്റെ സ്വന്തം ആൾക്കാർ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഈ 4-ാം യാമത്ത് വരുന്ന ഈശോ എന്താ ചെയ്യണത്? ഇത്രയും 3 യാമങ്ങളും പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടും കരഞ്ഞും കൂവിയും ഈ മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ നേരെ വന്ന് വള്ളത്തെ കയറേണ്ടതല്ലേ ചെയ്യേണ്ടത്? കേണില്ല. എന്താ ചെയ്യണത്? അവരെ കടന്നു പോകാൻ ഭാവിച്ചു. ഈ കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിങ്ങൾ തിരിച്ചറിയണം. എന്തിനാണ് ഇങ്ങനെ കടന്നു പോകാൻ പ്രാർത്ഥിക്കണത്? അതായത് ഈ മനുഷ്യരെ അവൻ്റെ റിസ്കിലും വിശ്വാസത്തിലും അവൻ്റെ പ്രത്യാശയത്തിലും ദൈവസ്നേഹത്തിലും ഈശോയെ ക്ഷണിക്കണം. ഈ ഭാവിക്കുന്ന കർത്താവിനെ നമ്മൾ സാധാരണ ക്ഷണം കൊണ്ട് ഒക്കത്തില്ലെന്ന് ഉറപ്പായി. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ വിശ്വാസവും ഇപ്പം അപ്പോസ്തലന്മാർ എന്താ പറയുക? ഗുരു, ആ ഉറക്കം എന്തായിരുന്നു? അതൊരു ഭാവിക്കലായിരുന്നു ഇല്ലേ? 4:38 മർക്കോസ് പറഞ്ഞില്ലേ, അവൻ വള്ളത്തിൻ്റെ തോണി കിടന്ന് ഉറങ്ങിയപ്പോൾ കൊടുങ്കാറ്റ് വന്ന് കടക്ഷോഭം ഉണ്ടായി. വള്ളം ഇങ്ങനെ ഈ തിരമാലകളിട്ട് അമ്മാനമാടുകയാണ്. അമ്മാനമാടുന്നൊരു വള്ളത്തിൽ കിടന്ന് ഉറങ്ങാൻ വല്ലവർക്കും പറ്റുമോ? ശ്രാങ്കമാർക്ക് പോലും പറ്റത്തില്ല, പരിചയമുള്ള. അതായത് മീൻസ് അപ്പോൾ എന്നിട്ടും കർത്താവ് ഉറങ്ങിയെന്ന് പറയുമ്പോൾ അത് ഉറക്കമാടാ, അതിന് ഭാവിക്കലാണെന്ന്. അത് പറഞ്ഞു തരണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകണം നിൻ്റെ കൂടെ. നിൻ്റെ വീട്ടിൽ നിൻ്റെ കർത്താവുണ്ട്. അവൻ ഉറക്കം ഭാവിക്കണമെങ്കിൽ ദൈവവേദലെ നിൻ്റെ ഭാഗത്തുനിന്ന് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വിളി ഉണ്ടാകണം. എന്താണ്? ഞങ്ങൾ നശിക്കുന്നു, അത് നിനക്ക് യാതൊരു ഗൗരവമില്ലേ? എൻ്റെ കർത്താവേ, ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഇപ്പോൾ അപ്പന് ക്യാൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളെ പരീക്ഷിക്കരുത് എന്ന് പറയണമെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം. ഭാവിക്കുന്ന ഈശോയുടെ പണ്ട് മുതലേ ഉള്ളൊരു സ്വഭാവമാണ്. അതായത് നമ്മളുടെ കൂട്ടായ്മയിലേക്ക് കർത്താവ് കടന്നു വരണമെങ്കിൽ ഈ ഭാവിക്കൽ എന്ന് പറയുന്ന എന്താ സംഭവം? കടന്നു പോകാൻ ഭാവിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഉറങ്ങുന്നതായിട്ട് ഭാവിക്കുക. ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾക്ക് നെറ്റ് ഇഫക്റ്റിൽ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ഇഫക്റ്റാണ് ഉള്ളത്. അറിയാമല്ലോ, ദൈവത്തിന് ഭാവിക്കലാണത്. നമ്മളെ പറ്റിക്കണതാണ്, കളിപ്പിക്കണതാണ്. പക്ഷെ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വിസ പ്രോസസ് നടക്കണില്ല, PR കിട്ടണില്ല, ഇപ്പം തന്നെ ജപ്തിക്ക് ഓർഡർ വന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കരമായ സങ്കടങ്ങളാണ് അനുഭവിക്കുന്നത്. ഈ സങ്കട സമയത്തുള്ള ഭാവിക്കലിന് ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നിലവിലുള്ള നിൻ്റെ അശാരം പൂശാരം വിശ്വാസം പോരെന്നർത്ഥം, ആത്മബന്ധം ഉണ്ടാവണം നടത്താം. മനസ്സിലായില്ലേ? ഇതുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുമ്പോൾ അത് ഇത്തിരി മെനയായിട്ട് ചെയ്യണം, വൃത്തിയായിട്ട് ചെയ്യണം. ആക്കാനും വേണ്ടി ഓക്കാനിക്കണമെന്ന് അർത്ഥം. എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തു. അവൻ തന്നാലും തന്നില്ലേലും ഞാൻ കർത്താവിനോട് ഉടമ്പടിയായിട്ട് ജീവിക്കും. ശ്രദ്ധിക്കട്ടെ. അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, എന്ത് ചോദിക്കും? അച്ഛാ, ഇത്രയും നാളെ കഷ്ടപ്പെട്ടതും വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെയായോ? ഈ പ്രാർത്ഥനയും ഉടമ്പടി ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ എന്നെക്കാൾ മുമ്പേ ജോലി കിട്ടിയല്ലോ, അവർ കല്യാണം കഴിച്ചല്ലോ, അവർക്കെല്ലാം പിള്ളേരായല്ലോ, എനിക്ക് മാത്രം പിള്ളേരുമില്ല, കല്യാണമില്ല, വീടുമില്ല. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്
നിങ്ങൾ യേശു ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിലേ സകല മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ കുട്ടിച്ചാത്തൻ സേവ ചെയ്താലും മതി. കുട്ടിച്ചാത്തൻ സേവയിൽ പിന്നെ നിത്യജീവനം ഇല്ലല്ലോ. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വായിച്ചേ. 1 കൊരിന്തോസ് 15:19. ഈ വാക്ക് കറക്റ്റ് മനസ്സിൽ സൂക്ഷിക്കണം. ഒന്ന് പറഞ്ഞു. 1 കൊരിന്ത്യൻസ് 1 കൊരിന്തോസ് 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുന്നവരെ ഇപ്പോൾ 1 യാമക്കാരുണ്ട്, 2 യാമക്കാരുണ്ട്, 3 യാമക്കാരുണ്ട്, 4 യാമക്കാരുണ്ട്. ആ 3 യാമത്തിലും ഭൗതിക നേട്ടം ഉണ്ടാകണില്ല. പ്രാർത്ഥന മാത്രം മിച്ചം, കഷ്ടപ്പാടും മിച്ചം, ഉറക്കമില്ലായ്മയും കഷ്ടപ്പാടും സംഘർഷവും മിച്ചം. അപ്പോൾ ഇത് എവിടെ കൊണ്ട് ദൈവം നീതിമാനാണെന്നല്ലേ നമ്മൾ പറയണത്. അപ്പോൾ പിന്നെ ഈ നമ്മൾ ഇത്രയും കഷ്ടപ്പെടാത്ത ആൾക്കാർ കാനഡയിൽ പോവുകയും കഷ്ടപ്പെട്ട നമ്മൾ കരക്ക് നിൽക്കുകയും ചെയ്യുമ്പോൾ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ നമ്മളുടെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇപ്പോൾ റീഫണ്ടബിൾ അല്ലാത്ത എല്ലാ പ്രാർത്ഥനയ്ക്കും ലക്ഷ്യം ഈ ജീവിതം മാത്രമല്ല, നിത്യജീവിതം കൂടിയാണ്. കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പിരിച്വൽ ലൈഫ് വെൻ വി ലീഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് വി മസ്റ്റ് ഹാവ് എ മിനിമം പ്രൂഡൻസ്. അത് കർത്താവിൻ്റെ ഒരു തീരുമാനമാണ്. ഒരു ആധ്യാത്മിക ജീവിതം നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ടാണ് ഉരുക്കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം വിവേകമുണ്ടാകണം. കർത്താവ് എന്താ പറഞ്ഞത്? വിവേകമുള്ള കന്യകമാരും വിവേകമില്ലാത്ത കണ്ണിമന്മാരും. ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ലൈഫ്, നോട്ട് ഇമോഷണൽ ലൈഫ്. നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ, ഈ ജീവിതത്തിന് വേണ്ടി അത് മറുപടി തരുന്നില്ലെങ്കിൽ, ആ വിഷയത്തിന് അപ്പോൾ തരുന്നില്ലെങ്കിൽ, നീ ഉടനെ പറയണം, കർത്താവേ ഈ പ്രാർത്ഥനയ്ക്ക് ഈ ഘട്ടത്തിൽ നീ എനിക്ക് ഉത്തരം തന്നിട്ടില്ല. എൻ്റെ കടങ്ങൾ അങ്ങനെ നിൽക്കുന്നു, എൻ്റെ മകള് വരുമാനമില്ലാതെ ജോലി വീട്ടിൽ നിൽക്കുന്നു, അവളുടെ കല്യാണം ഒത്തുവരണില്ല, ഈ ഘട്ടത്തിൽ നീ എനിക്ക് ഉത്തരം തന്നില്ല. എനിക്ക് പരാതിയില്ല, എനിക്ക് പരിഭവമില്ല. എന്താ കാര്യം? ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നിന്നെ ആശ്രയം വെച്ചിരിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എൻ്റെ വേദന, എൻ്റെ പ്രാർത്ഥനയ്ക്ക്, എൻ്റെ കോസിന് വേണ്ടി, ദ കോസ് വി സഫർ അഗൻസ്റ്റ് മൈ പാഷൻസ് ആൻഡ് സഫറിങ്സ്, ഞാൻ എന്ത് ചെയ്യണം? അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? എൻ്റെ നിത്യജീവന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി. നിങ്ങൾ കേൾക്കപ്പെടാത്ത എല്ലാ പ്രാർത്ഥനകളും, അത് കേൾക്കപ്പെടാത്തത് വരെ എന്തിനു വേണ്ടി കാഴ്ചവെക്കേണ്ടത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, പിന്നെ എന്തിനാണ്? നിത്യജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, സുവിശേഷത്തിന്റെ പൊരുളറിയാൻ പരിശുദ്ധാത്മാവിന്റെ വ്യാഖ്യാനം നൽകി ഞങ്ങളെ നിലനിർത്തുന്നതിന് നന്ദി പറയുന്നു. ഇന്നുവരെ ഞാൻ ക്ലേശിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഓരോ വിഷയങ്ങളുള്ള വിശ്വാസമായി, നിന്നുള്ള പ്രത്യാശയായി, സർവോപരി ദൈവ സ്നേഹമായി ഞാൻ കാഴ്ചവെക്കുന്ന നിന്നോടൊത്തുള്ള എൻ്റെ നിത്യജീവിതത്തിനായി, നിന്നോടൊത്തുള്ള എൻ്റെ നിത്യജീവിതത്തിനായി ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ കർത്താവ് സൈലൻസായി കാണപ്പെടുന്ന സമയങ്ങളിൽ അവൻ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണമെന്ന് അച്ഛൻ പറഞ്ഞത്? ഇൻറ്റിമസി ഉണ്ടാകണം. പിന്നെ ആ പ്രാർത്ഥന സാങ്കേതികമായ ചട്ടപ്പടിയുള്ള അനുഷ്ഠാന പ്രാർത്ഥനയല്ല, ആത്മബന്ധത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിൻ്റെ ആത്മാംശമുണ്ടാകണം. അപ്പോസ്തലന്മാർ ചോദിച്ചില്ലേ, ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് ഒരു ഗൗരവവും ഇല്ലെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം നിൻ്റെ ആധ്യാത്മികത ദൈവബന്ധത്തിൻ്റെ ആധികാരികത ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ആധികാരികമായ ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് ഭാവിക്കുന്ന കാര്യങ്ങളെ വിവേചിച്ചറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഇതിൻ്റെ അർത്ഥം എന്താ? പൊട്ടത്തരം ഒന്നും കാണിക്കരുതെന്നാണ് ഈ കാലെ പിടിച്ച് ഞാൻ പറയണത്. കർത്താവായിട്ട് വഴക്കിടരുത്, പരിഭവം കാണിച്ച് മാറരുത്, പ്രാർത്ഥന മുടക്കരുത്. അത് പണ്ടിതുപോലെ പ്രാർത്ഥന മുടക്കി കർത്താവിൻ്റെ വരവും പ്രത്യേകിച്ച് വരാതിരുന്നപ്പോൾ ചമ്മിപ്പോയ ഒരാളുണ്ട് ബൈബിളിൽ. ആരാണത്? മറിയം. ഒരു കാലത്ത് കർത്താവിൻ്റെ പാദാന്ത്യത്തിൽ നിന്ന് വചനങ്ങളെല്ലാം കേട്ടതാണ്. പക്ഷേ കുടുംബത്തിൽ കേട്ടത് മിച്ചം. അപ്പം ഭർത്താവ് വേലയും കൂരി ഉണ്ടായിരുന്നവൻ കുടുംബത്തിൽ അരി വാങ്ങിക്കാൻ അത്താഴം മുടക്കാതെ കൊണ്ടുവന്ന ആങ്ങളെ തന്നെ പണി മേടിച്ച് അവൻ ചത്തുപോയി. അവൻ ചത്തത് ആ ക്ഷീണമായപ്പോൾ തന്നെ മാർത്ത ആളെ വിട്ടാണ് വന്നില്ല. മരിച്ചപ്പോൾ വരുമെന്ന് വിചാരിച്ച് വന്നില്ല, അടക്കത്തെ വരുമെന്ന് വിചാരിച്ച് വന്നില്ല. യാമങ്ങളിങ്ങനെ മാറി മാറി വരിക. ചീഞ്ഞപ്പോൾ വന്ന. പക്ഷെ ചീഞ്ഞപ്പോൾ വന്നപ്പോഴേ അന്ന് അടുക്കളയ്ക്ക് പണിക്ക് ചെയ്തിരുന്ന മാർത്തയാണ് ലീഡ് ചെയ്തത്. മറിയത്തിൻ്റെ കാര്യം സ്വാഹ. എന്താ കാര്യം? അവൾ വീട്ടിൽ തന്നെ ഇരുന്നെന്നാണ് ബൈബിൾ പറയണത്. ഓടിപ്പോയതാരാണ്? മറിയം. അമ്മ മാർത്ത കർത്താവോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഈ ജീവിതത്തിന് വേണ്ടിയല്ല നിൻ്റെ പുറകെ നടന്നത്. ഞാൻ നടന്നത് നീ വരാനിരിക്കുന്ന രക്ഷകനാണെന്ന്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കരുത്. ഐ നോ ഇറ്റ്. നീ ഇവിടെ ഇല്ലല്ലോ. ഇപ്പം ഇല്ലാത്തതിന് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. അങ്ങനെ ചത്ത് കിടക്കുമ്പോഴും ചീഞ്ഞ് അഴുകിയിരിക്കുമ്പോഴും നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാമെന്ന് പറയുന്നതാണ് മറിയത്തെക്കാൾ വലിയ വിശ്വാസം. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അവളോട്, ആ മാർത്തായോട് ഈശോ പറയുന്നൊരു ഉത്തരമുണ്ട്. എന്താ പറയണത്? നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ അതിനും തിരിച്ച് മാർത്ത പറയുന്ന ഉത്തരവുണ്ട്. എന്താണ്? അന്തിമനാളിൽ പുനരുദ്ധാനഘട്ടത്തിൽ, അല്ലാതെ ഈ ജീവിതത്തിലല്ല, അന്തിമനാളിൽ പുനരുദ്ധാനഘട്ടത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ഈശോ പറയുന്ന ഉത്തരവുണ്ട്. എന്താണ്? ഞാനാണ് പുനരുദ്ധാനവും ജീവനും. എൻ്റെ ദൈവമേ, ഞാനാണ് പുനരുദ്ധാനവും ജീവനും വന്ന് എന്നോടും നിന്നോടും ഈശോ ഇന്നും പറയുമ്പോൾ ഓർക്കണം. പറയാതെ പറഞ്ഞ സമയങ്ങൾ ഈശോ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണിക്കാതെ ഭാവി നടന്നു പോകുന്ന, ആ ഉത്തരം നൽകാതെ നമ്മൾ ഭാവിച്ചുകൊണ്ട് കടന്നു പോകുന്ന സമയങ്ങളാണ്. എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനയ്ക്ക് ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലും മറുപടി നൽകാതെ ഈശോ കടന്നു പോകുമ്പോൾ ഓർക്കുക, നീ ചിന്തിക്കേണ്ടത് നിത്യതയെക്കുറിച്ചാണെന്നും നിത്യതയോട് ചേർന്ന് നിൽക്കുന്നുവെന്ന്. മാർത്തായെപ്പോലെ പറയണം, കർത്താവേ, അന്തിമനാളിൽ, ഈ നാളിലല്ലെങ്കിൽ, ഈ കാലഘട്ടത്തിലല്ലെങ്കിൽ, ഈ സമയത്തിലല്ലെങ്കിൽ, നിനക്ക് ഈ സമയം മാത്രമല്ല ഉള്ളത്. നിൻ്റെ കാലത്ത് അന്ത്യമുണ്ടാകത്തില്ല. അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടമുണ്ട്. അന്ന് നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്നറിയാം. ഉത്തരം തരാതെ ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോഴേ ഈശോ മറിച്ച് പറയുന്ന വാർത്തമാനം എന്താണ്? ഐ ആം ദ ലൈഫ്, ഐ ആം ദ റിസറക്ഷൻ. ഞാനാണ് പുനരുദ്ധാനം, ഞാനാണ് ജീവനെന്ന്. അങ്ങനെ ലോകത്തിലൊരു മതസ്ഥാപകരും പറഞ്ഞിട്ടില്ല. മനുഷ്യരാശിയുടെ മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ ഒരു മതസ്ഥാപകരും പറയാത്ത ഒരു വാക്കാണ് ഐ ആം ദ ലൈഫ്, ഐ ആം ദ റിസറക്ഷൻ. ഞാനാണ് ജീവൻ, ഞാനാണ് പുനരുദ്ധാനമെങ്കിൽ ആ ക്രിസ്തു വിശ്വസിക്കുന്ന നിനക്ക് ഈ താൽക്കാലികമായ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരികയില്ല എന്നല്ല. ആ തരുന്നൊരു കാലത്ത് നീ കർത്താവുമായി അവൻ്റെ കൂടെ നിത്യതയിൽ പാർക്കും. കൈകാട്ടിച്ച് കർത്താവ് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, ഈ 4-ാം യാമത്തിലാണ് കർത്താവ് വരണമെങ്കിൽ ഈ നിത്യത മാത്രമേ കിട്ടത്തുള്ളൂ എന്ന്. അല്ല, അവൻ പുഷ്പം പോലെ ലാസം ഉയർപ്പിച്ച് മാർത്തായ്ക്കും മേരകത്തിനും കൊടുക്കും. അതാണ് ഈശോ. ഈ 4-ാം യാമത്തിൽ വന്നാലും എൻ്റെ ദൈവവേദനെ നീ ഉടമ്പടി വെച്ചിരിക്കുന്ന 6 കാര്യങ്ങളും കർത്താവ് നിനക്ക് ചെയ്തു തരും. കൈയടിച്ച് കഥടലി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നിലൂടെ കർത്താവ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കർത്താവിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബിഹേവിയറാണ് എങ്ങനെ കടന്നു പോകാൻ ഭാവിക്കണത്. നമുക്ക് വേണമെങ്കിൽ 24 വായിക്കാം. 24 വായിച്ചോളൂ. ലുക്ക 24:28. ശ്രുതികട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ലൂക്ക 24:28. ലൂക്ക 24:28. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്ത്. എമ്മാവസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ കുറിച്ച് പറയണം കേട്ടോ. കർത്താവ് മരിച്ചു കഴിഞ്ഞു. കൂടെ ഉണ്ടായിരുന്ന മർക്കോസ് വരെ തുണിയില്ലാതെ ഓടിക്കളഞ്ഞു. പത്രോസ് കഴുകി പീലാത്തോസ് കഴുകി. പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോസ്തലന്മാരൊക്കെ സ്ഥലം വിട്ടു. ആരുമില്ലാണ്ടായി. ക്ലയോഫാസ് നാട് വിട്ടുപോയി. അതാണ് ക്ലയോഫാസ്. ഇപ്പോൾ ഉണ്ടായിരുന്ന ശിഷ്യനാണ്. ക്ലയോഫാസിൻ്റെ ഭാര്യ കുരിശിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നത് വെള്ളിയാഴ്ച. പെണ്ണുമ്പോൾ അവിടെ തന്നെ താമസിക്കാൻ തുടങ്ങി തീരുമാനിച്ച കാരണം ഭർത്താവ് ഡൈവേഴ്സായി പോവുകയാണ്. അയാളുടെ നാട്ടിലോട്ട് പോവുകയാണ്. എമ്മാവസിലേക്ക് പോവുകയാണ് ക്ലയോഫാസ്. അങ്ങനെ പോകുന്ന ക്ലയോഫാസ് ഭാര്യയുടെ അക്കൗണ്ടിൽ മാത്രമാണ് ഈ മനുഷ്യനെ തിരക്കി കർത്താവ് പോണത്. ഓർക്കുക ദൈവവേദലെ, നീയും ദൈവമായിട്ട് പിന്തിരിഞ്ഞ് പോയാലും ശരി, നിൻ്റെ വൈഫ് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഏറ്റെടുത്തിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഈ നാട് വിട്ടു പോകുന്ന ആളിൻ്റെ കൂടെയും ഒരു വഴിയാത്രക്കാരനായി അവന് പ്രശംസ കൊടുക്കുകയാണ്. അതാണ് എമ്മാവസിലെ സംഭവം. വായിച്ചോളൂ ആ ഭാഗങ്ങളൊന്നുകൂടി. ലൂക്ക 24:28. ലൂക്ക 24:28. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവർ എത്തേണ്ടിയിരുന്ന എമ്മാവസിന്റെ അടുത്തെന്ന് അർത്ഥം. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അതേ ഭാവിച്ചു. പിന്നെ അവനാണ്ടല്ലേ, അവനാവട്ടെ. ഇത് കയ്യിരിപ്പാണ്. ഇത് കാര്യം മനസ്സിലാക്കാതെ നമ്മൾ മരമറിയാതെ കൊടിയിടരുത്. കർത്താവിൻ്റെ സ്വഭാവങ്ങൾ അറിയണം. അതായത് അത് നിസ്സാര സമയത്തൊന്നുമല്ല ഭാവിക്കണത്. ഇത് കുരിശുമരണം കഴിഞ്ഞ് ഓരോരുത്തന്മാർ കരിയുമ്പോൾ വരകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ കയ്യിൽ പോലും ഇല്ലാത്തൊരു കാലമാണ്. എമ്മാവൂസിലേക്ക് ശിഷ്യന്മാർ നാടുവിട്ട് പോവുകയാണ്. അത്രയും ക്ലേശമായ സമയത്തും കർത്താവ് ഭാവിച്ചെന്ന് എഴുതിയിരിക്കണത്. അവരെ കടന്നു പോകാൻ ഭാവിച്ചു. അപ്പോൾ അവരെന്നാ പറയണമെന്ന് നോക്കിയേ. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. നിർബന്ധിച്ചു. കണ്ട ഇവിടെ വിഷയം. അവിടെ സാധാരണ വിളിച്ച് കഴിഞ്ഞാൽ തോന്നിയിട്ട് കാര്യമില്ല. നിർബന്ധിക്കണോ? ഇൻറ്റിമസിയുടെ വിഷയം നിർബന്ധമാണ് അവിടെ വരുന്നത്. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട്, അവനെ വിളിച്ചോ എന്നല്ല പറയണത്, നിർബന്ധിച്ചുകൊണ്ട്. നമ്മുടെ സൽപ്രവർത്തികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഉടമ്പടിയിൽ സ്വയമായിട്ട് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 90% കുടുംബകാര്യവും 10% ഉടമ്പടിയായിട്ട് പോയിട്ടാണ് കുഴപ്പമാണത്. ദൈവത്തെ തോന്നിയിട്ടില്ല നിങ്ങൾ ഉടമ്പടി എടുത്തായിട്ട്. സേവ് ആയിട്ടില്ല, അതാ പ്രശ്നം. കമ്പ്യൂട്ടർ അടിച്ച് കയറുമ്പോൾ DTP ചെയ്യുമ്പോൾ പറയത്തില്ലേ, നമ്മൾ ചെന്ന് ഇപ്പോൾ DTP ചെയ്തിട്ട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ്, അതിൻ്റെ കോപ്പി തരാൻ പറയുമ്പോൾ അയ്യോ സോറി അത് സേവ് ആയിട്ടില്ലെന്ന് പറയും. സേവ് ചെയ്യാൻ മറന്നുപോയി. അതുപോലെ നമ്മുടെ പ്രാർത്ഥന പലതും ദൈവത്തിൻ്റെ തിരുസേന സേവ് ആയിട്ടില്ല. ഉടമ്പടി പല ആൾക്കാരുടെയും സേവ് ആയിട്ടില്ല ദൈവത്തിൻ്റെ. എന്താ കാര്യം? ഉടമ്പടി 5% ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത്. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ ജീവിക്കണം. നിൻ്റെ ജീവിതം, മറ്റേ കൂട്ടുകാരുടെ ജീവിതവും വീട്ടിലുള്ള കാര്യവും ഉടമ്പടി യു ആർ ലിവിങ് ആസ് ഇഫ് യു ആർ നോട്ട് ടേക്കിംഗ് ഉടമ്പടി. നിങ്ങൾ ജീവിക്കണത് ഉടമ്പടി എടുത്തിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ജീവിക്കണത്. അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത്. അപ്പോൾ അവരൊന്ന് റീത്തിങ്ക് ചെയ്യണം, നല്ലതാണ്. ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ, മിടുക്കന്മാരുടെ ആൾക്കാർ ഒത്തിരി യൂട്യൂബിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഉടമ്പടി ചെയ്തത്? അവർ ഓരോ നിമിഷവും ദേ ആർ ബിവെയർ ഓഫ് ദെയർ കവനൻറ്റ്. അവർ ആ ഉടമ്പടിയെക്കുറിച്ച് അവർ വളരെ ആകുലചിത്തരും ശ്രദ്ധയുള്ളവരുമാണ്. അവർ 5 എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവില്ല. നിങ്ങൾക്കൊരു ഉണർവുണ്ടെങ്കിൽ കർത്താവിനൊരു 9 ഉണർവുണ്ടാവും. നിങ്ങൾക്ക് ഒരു ഉണർവുണ്ടായാൽ കർത്താവിന് 9 ഉണർവുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മോളെ വയനാട്ടിൽ നിന്ന് കൃപാസനത്തിൽ വരികയാണ്. എന്തിനാണെന്നറിയാവോ? അവളുടെ വിഷയം ഞാൻ മറന്നുപോയി, പക്ഷേ നല്ല സാക്ഷ്യമാണത്. വയനാട്ടിൽ നിന്ന് കൃപാസനത്തിൽ വന്നിരിക്കുന്നതിനാണ് ഇത്തിരി ഉപ്പ് കിട്ടാൻ വേണ്ടി വരികയെ. എന്തോ സ്ഥലപ്രശ്നം എന്തോ ഒക്കെയാണ്. അപ്പോൾ ഉപ്പ് കിട്ടാൻ വരികയെ. ഉപ്പ് ചോദിച്ച ആൾ കൊടുത്തില്ല. അതാ ഉപ്പ് കൂടെ അവർ ചോദിച്ച ആളെ കൊടുത്തില്ല. അതുകൊണ്ട് ഈ ഉപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒറ്റക്ക് വന്നപ്പോൾ ആരും കൂടെ വരാനില്ല. പിന്നെ 10 വയസ്സുള്ള മകള് ചേർത്തുകൊണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് പിന്നീട് ട്രെയിനിന് വന്ന് അവിടുന്ന് പിന്നെ ട്രെയിനിന് വന്ന് മാരേക്കുളത്ത് ഇറങ്ങി ഒറ്റയ്ക്ക് ഇവിടെ വരികയാണ്. ഇതൊക്കെ ദൈവം കാണുന്നില്ലേ? അവൾ ഒറ്റക്കാണ് വരുന്നതെന്നൊക്കെ ദൈവം കാണുന്നില്ലേ? അവിടെ കൂട്ടാരിയില്ലെന്ന് കാണുന്നില്ലേ? അങ്ങനെ ഒറ്റക്ക് നീ ചെയ്യുമ്പോൾ അതെല്ലാം കാണുന്ന ഒരാളുണ്ട്. നിൻ്റെ സത്യസന്ധത, അത് അവളുടെ സാക്ഷ്യം നീ കേൾക്കണം. കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം അതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന സാക്ഷ്യമാണ്.
അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഉടമ്പടി എടുക്കണ ആ ഒരാഴ്ചയല്ല, ആ എല്ലാ കാലഘട്ടത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരൊക്കെ തോന്നിവാസങ്ങൾ ഒത്തിരി പറയും. എടാ, നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ, എൻ്റെ രൂപത്തിൽ അച്ഛന്മാർ ഇന്നും എന്നെ ക്രൂശിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയല്ല, ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത കാലം മുതൽ ഒരു പറ്റം ആൾക്കാരുടെ പുറകെ ഉണ്ട്. അതിപ്പോൾ പുറത്തുള്ളവരുണ്ട്, അകത്തുള്ളവരുണ്ട്, അച്ഛന്മാർ തന്നെ വീഡിയോ ഇറക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയോട് മുന്നോട്ട് പോണത്? ഞാൻ കണ്ട ഒരാളുണ്ട്, അത് വേറെ ആരും കാണാത്ത ആളാണ്. എന്തുകൊണ്ടാണ് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ഉണ്ടായത്? ചുമ്മാ ഉണ്ടായതാണ്? അല്ല, ഒരു ജീവിതമുണ്ട്, ജീവിച്ചു തീർത്ത, പട്ടം കിട്ടിയ കാലം പോലെ ഇന്ന് വരെ ജീവിച്ചു തീർത്ത ഒരു ജീവിതമുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? സത്യത്തെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും? നുണയ്ക്ക് കഴിയാൻ പറ്റുമോ? എന്തെല്ലാം നുണപ്രചരണങ്ങൾ, എന്തുമാത്രം വീഡിയോകളൊക്കെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കൃപാസനത്തിനെതിരെ വരുമ്പോഴും ഞാൻ ചിരിച്ച് തള്ളിക്കളയും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും പറയും, എന്താ പ്രശ്നം? സാക്ഷ്യമാണ് സത്യം, അല്ലാതെ ആശയമല്ല. ഇത് ഇന്നെവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കുന്ന ജീവിതത്തിൻ്റെ തത്വമാണ്. എന്താണ്? ഇന്നെവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ. എപ്പോഴായാലും അനിവാര്യമായിട്ട് ആശയങ്ങൾ തോൽക്കപ്പെടുകയും എന്തു ചെയ്യും? ബൈ ദ റിയൽ. യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങളെ തോൽപ്പിക്കും. യാഥാർത്ഥ്യം എന്താണ്? യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം. തെളിവെന്താണ്? ഓരോ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ ആഴ്ച കൊണ്ട് അവൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട്, മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ അമഹത്വപ്പെടുന്ന സാക്ഷ്യത്തിൻ്റെ ഒരു ചരിത്രമാണ് കഴിഞ്ഞ 36 കൊല്ലത്തെ കൃപാസന ചരിത്രമെങ്കിൽ ആ ചരിത്രം പിന്നെ അപ്രതിരോധമായിട്ട് ആർക്കും തടുക്കാനാവാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ല. എന്താണ്? എന്നെ വിളിച്ച ദൈവവും ആ ദൈവം അയച്ച പരിശുദ്ധ അമ്മയുമാണ്. കൈയിടിച്ച് കർത്താവ് നാളിതുവരെ ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന്, കൂടെ നിന്നതിന് നന്ദി പറയുന്നു. അച്ഛൻ കൈവർത്തി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അപ്പാ ഈശോയെ നാമത്തെ മഹത്വപ്പെടുത്തുകയും അമ്മ മധ്യസ്ഥം വഹിക്കുകയും വിശുദ്ധ രക്തസാക്ഷികളെ അതിനെ സന്ധിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മക്കൾ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ സന്തോഷത്തോടെ. ഇപ്പോഴും അടിപ്പണ്ട പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കുന്ന സമയമാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഉച്ച മുതൽ ഉള്ളംകാലം വരെ ഓരോ കോശങ്ങളിലെ, ഓരോ ക്ലേശങ്ങളിലെ, ഓരോ സന്ധിബന്ധങ്ങളിലെ, മാംസപേശികളിലെ, രക്തഞരമ്പുകളിലെ, ശരീരകോശങ്ങളിലെ, രക്തധമനികളിലെ, യേശു ആന്തരിക അവയവങ്ങളിലെ യേശുവിന്റെ ഉന്നതമായ നാമത്തിലെ മാർഗരോഗങ്ങളെ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കളെ, കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് അൾത്താരയിൽ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ രോഗികളായി കിടപ്പിലായി പോയവരെ, അവരെ അടിപ്പിട പോലെ വൈദാഘാതം ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന മക്കളില്ലാത്തവരെ, ഗർഭനാളികൾ ശ്വസിച്ചു പോയവരെ, ഗർഭം ഉണ്ടായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞവരെ, ബീജത്തിന് ഓട്ടമില്ലാത്തവരെ, കൗണ്ടില്ലാത്തവരെ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിഷജന്തുക്കൾ കുത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ, രക്തത്തിൽ വിഷം കയറിയതിൻ്റെ പേരിൽ രോഗങ്ങൾ വിട്ടുമാറാത്തവരെ, കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം അവരുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. വാരിപ്പറ്റുകളെ സൂക്ഷിക്കുന്നവരെ, അസ്ഥി സൂക്ഷിക്കുന്നവരെ, അസ്ഥി ഉരുക്കമുള്ളവരെ, PCOD രോഗികൾ, അതുപോലെ RSS രോഗികൾ, കുടൽ രോഗികൾ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന സമയമാണ്. കരൾ രോഗികൾ, ശ്വാസകോശ രോഗികൾ, കിഡ്നി രോഗികൾ, അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ, ബ്രെയിൻ അസുഖമുള്ളവർ, ഹൃദയത്തിൻ്റെ രോഗമുള്ളവർ, വെരിക്കോസിൻ്റെ അസുഖമുള്ളവരെ എല്ലാവരെയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവേ,
നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുക കർത്താവേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം കർത്താവേ. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രിയപ്പെട്ടവരെ, ഉടമ്പടി എടുത്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ഈശോനെ ഏൽപ്പിക്കുന്ന സമയമാണ്. ഉടമ്പടി വിഷയങ്ങളെന്ന് പറയുമ്പോൾ ജോലിയില്ലാത്തവർ, വിസ പ്രോസസ്സിലിരിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നിട്ട് പോകാൻ പറ്റാത്തവർ, സാമ്പത്തികമായിട്ട് ലോൺ കിട്ടാത്തവർ, വീട് വിൽക്കാനുള്ളവർ, സ്ഥലം വിൽക്കാനുള്ളവർ, വാങ്ങാനുള്ളവർ, വഴിയില്ലാത്തവർ, പഠനത്തിന് പ്രയാസമുള്ളവർ, പഠിക്കാൻ പറ്റാത്തവർ, പരീക്ഷ തോക്കുന്നവർ, വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇപ്പോഴ് കണ്ണീരോടെ ഓരോ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, നിൻ്റെ തിരുമുറുപാട് നാണിപ്പെടുത്താവുന്ന വലതുകരം ഓരോ മക്കളുടെ വിഷയങ്ങളിൽ അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥലങ്ങളും, വിട്ടുമാറാത്ത സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വിശുദ്ധ രക്തം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത വേദനകൾ, രോഗങ്ങൾ, അതുപോലെ തന്നെ കുടുംബം, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഇനി ഈ വിഷയം പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന വിവിധ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ചൊരിയട്ടെ. കർത്താവേ, എല്ലാ തരത്തിലും എല്ലാ സ്ഥാവര ജംഗം വസ്തുക്കൾ നശിച്ചു പോയവർ, നഷ്ടപ്പെട്ടവർ, അന്യാധീനപ്പെട്ടവർ, കിട്ടാൻ നിവൃത്തിയില്ലാത്തവർ, കൊടുത്തു പോയിട്ട് കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. ജയിലിൽ പെട്ടുപോയവർ, കർത്താവ് അന്യരാജ്യങ്ങളിൽ പെട്ടുപോയവർ, കർത്താവ് മറ്റു രാജ്യങ്ങളിലേക്ക് വിസയും എടുത്തിട്ട് പോകാൻ പറ്റാത്തവർ, അതിന് പ്രോസസ്സ് നടക്കാത്തവർ, അതുകൊണ്ട് ബ്ലോക്ക് വന്നു പോയവർ, കർത്താവ് പല രാജ്യങ്ങളിൽ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നയതന്ത്രപരമായിട്ടുള്ള വിഷമങ്ങളുള്ള വിഷയങ്ങൾ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിരിക്കാൻ, കർത്താവ് അതുവഴി യുദ്ധങ്ങൾ വരെ അവസാനിക്കാൻ പരിശുദ്ധ ദേവതാരെ മാധ്യസ്ഥത്തിൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. വിഷയം ഇതിലേക്ക് അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തൊരു വിഷമിക്കുന്നവരെ വിഷമിക്കേണ്ട. മാതാവ് ഇപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഈശോ തന്ന അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങളിപ്പോൾ തന്നെ അച്ഛനോട് അച്ഛൻ്റെ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെ ഇപ്പോൾ ആ വിഷയം നേരിട്ട് ഈ ദിവ്യകാരുണ്യ തിരുസേനയിൽ സമർപ്പിക്കുക. ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം, ആശീർവാദം ലഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ദിവ്യകൃപാനയുടെ ആശീർവാദം ലഭിക്കും. 2 മിനിറ്റ് നിങ്ങൾ അച്ഛൻ ഓർക്കാത്ത കാര്യങ്ങൾ, പറയാത്ത വിഷയങ്ങളുടെ മേലെ നിങ്ങൾ ഓർത്ത് ഇപ്പോഴ് ഓൺലൈനിലായാലും ഇവിടെ ആയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശോയ്ക്ക് സമർപ്പിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിർബന്ധിച്ച് കൈപിടിച്ച് കൂടെ നിർത്തി വിശ്വാസാനുഭവത്തിലേക്കും സാക്ഷ്യാനുഭവത്തിലേക്കും ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും അങ്ങേയ്ക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
പരിശുദ്ധ Ave